ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. നിനക്ക് അവകാശപ്പെട്ടതാണോ ഇതൊക്കെ? നീ ഒരു പകരക്കാരിയല്ലേ? ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നപ്പോ നവീൻ പറഞ്ഞത് ശ്രദ്ധിച്ചല്ലോ. ഒരാൾ എന്റെ ശത്രുവാകുക എന്ന് പറഞ്ഞ അയാൾ സ്വയം അവസാനിക്കാനായിട്ട് തയ്യാറായിന്ന അർത്ഥം. മോളെ ഇതാ അമ്മയ്ക്ക് വിളമ്പോ. മോളെ നീ ഇരിക്കേ, നവീന്റെ അടുത്തിരിക്കേ. നീ ഇരുന്നോ. കുറച്ചുകൂടെ ഒഴിക്കട്ടെ നിന്നിട്ട്. മതി മതി മതി. അമ്മോ ഇത്തിരി മോരിങ് ഒഴിച്ചേ. കീർത്തി കുറച്ച് ദേ ഇതവിടെ തങ്കത്തിന് വിളമ്പി കൊടുത്തേ. ദാ തങ്കത്തിന് അങ്ങോട്ട് കൊടുക്ക. ഓ മതി മതി. നവീൻ കറി കുറച്ചുകൂടെ എടുക്കട്ടെ. സിതാരയ്ക്ക് എന്തെങ്കിലും മതി. നീ ഇരിക്കുന്നില്ലേ? ഏയ് എല്ലാരും കൂടി ഇരുന്നാ ശരിയാവില്ല നന്ദേട്ടാ. നവീൻ സാറേ, തവണ എന്തായാലും നമ്മള് ബർത്ത്ഡേ പാർട്ടി സിമ്പിൾ ആക്കി. അടുത്ത തവണ ഇതിന്റെ പരിക്ക് തീർത്തിട്ടേ നമുക്കൊന്ന് കൊഴിപ്പിക്കണം. തീർച്ചയായും മണിക്കുഞ്ഞ്, അടുത്ത തവണ നമ്മൾ ഗംഭീരമാക്കും. ആ പിന്നെ അല്ലാതെ. പിന്നെ അമ്മേ, ഈ ദിവസം ഓർമ്മ വെക്കണം കേട്ടോ. അടുത്ത തവണ എന്റെ ബർത്ത്ഡേക്ക് നിർബന്ധമായും അമ്മ പങ്കെടുക്കണം. അതിനെന്താ മോനെ, ഇനി എല്ലാ പിറന്നാളിനും അമ്മ വരും. അമ്മയ്ക്ക് ഇതിലും വലിയൊരു സന്തോഷം വേറെ ഉണ്ട്. ഗാഥയ്ക്ക് ഇതുപോലെ വേറെ ഏതെങ്കിലും വളർത്തമ്മയുണ്ടോ സിത്താരെ? അല്ല, ജോലിക്കാരാവുമ്പോ ഇടയ്ക്കിടയ്ക്ക് മാറി നിൽക്കുമല്ലോ. നിർമ്മലേ, ഈ പെറ്റമ്മയും വളർത്തമ്മയും എല്ലാം പറയാനൊരു വാക്ക് മാത്രം. തങ്കം ഗാഥമോളോട് പെരുമാറുന്ന കണ്ട ഗാഥമോളെ തങ്കം പ്രസവിച്ചല്ലാന്ന് ഇതൊന്നും അല്ലാത്ത ഒരാൾക്ക് പറയാൻ പറ്റുമോ? നവികുഞ്ഞേ, ഇല മാറിപ്പോയി. ഓ ഇങ്ങേരിത് എന്തു മനുഷ്യനാ. അത് ഇല മാറിപ്പോയതൊന്നും അല്ലതേ. അങ്ങനെയാ ജോഡിപ്പൊരുത്തുള്ളവര്, അല്ലേ സാറേ? പക്ഷെ എന്റെ നിർമ്മലയ്ക്ക് അങ്ങനെ അല്ല. അവളുടെ ഇലയിലുള്ളത് മുഴുവൻ അവക്ക് വേണം. ഞങ്ങളുടെ കല്യാണ ദിവസേ ഞാൻ ഇവളുടെ ഇലയിൽ നിന്ന് ഒരു പഴം എടുത്തതിന് ഇവൾ എന്റെ കണ്ണിൽ അച്ചാറെടുത്ത് തേച്ചു തന്നു. അല്ലേ നിർമ്മല? അല്ല, ഞാൻ പൊതുവിൽ അങ്ങനെ പറഞ്ഞതേ ഉള്ളൂ. സിത്താര എന്താ കഴിക്കാതിരിക്കുന്നേ? സിത്താരയുടെ മനസ്സ് ഇവിടെയൊന്നും അല്ലാന്ന് തോന്നുന്നു. ഓഫീസിൽ എന്തോ ഗൗരവമുള്ള കാര്യമുണ്ടെന്ന് തോന്നുന്നു. വന്നപ്പോ മുതൽ ഞാൻ ചോദിക്കുക. അങ്ങനെയൊന്നുമില്ല. ഇത്രയും നല്ലൊരു ഫംഗ്ഷന് വന്നിട്ട് ഓഫീസിലെ കാര്യങ്ങളൊക്കെ ചിന്തിച്ച് ആരെങ്കിലും ഇരിക്കോ? ഓഫീസ് കാര്യങ്ങളായിരിക്കില്ല. മേഡം കൂടുതൽ ചിന്തിക്കുന്നത് മേഡത്തിന്റെ ശത്രുക്കളെ കുറിച്ചാ.
നീ കാണിച്ചത് വിശ്വാസവഞ്ചനയല്ലേ? എന്തിനാ നിന്റെ അമ്മ ഇങ്ങോട്ട് ക്ഷണിച്ചത്? അമ്മയോട് ഞാനൊന്നും പറഞ്ഞിട്ടില്ലായിരുന്നു മാഡം. അമ്മ സ്വന്തം ഇഷ്ടത്തിന് വന്നതാ. ഇത് ഞാൻ വിശ്വസിക്കുമെന്നാണ് നീ കരുതിയത്? എന്താ നിന്റെ അമ്മയുടെ ധാരണ? മകളുടെ ഭർത്താവിന്റെ വീട്, അവന്റെ പിറന്നാളെന്നൊക്കെ പറഞ്ഞ് തുള്ളിച്ചാടുന്നുണ്ടല്ലോ. നിനക്ക് അവകാശപ്പെട്ടതാണോ ഇതൊക്കെ? നീ ഒരു പകരക്കാരിയല്ലേ? ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നപ്പോ നവീൻ പറഞ്ഞത് ശ്രദ്ധിച്ചല്ലോ. ഒരാൾ എന്റെ ശത്രുവാകുക എന്ന് പറഞ്ഞ അയാൾ സ്വയം അവസാനിക്കാനായിട്ട് തയ്യാറായിന്ന അർത്ഥം. സൗകര്യം പോലെ നീ നിന്റെ അമ്മയ്ക്ക് ഇതൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. എല്ലാം നന്നായി നടന്നു പോട്ടെ എന്ന് ആഗ്രഹിച്ചതുകൊണ്ടാ ഞാൻ പ്രത്യേകിച്ചൊന്നും പറയാത്തത്. പ്രതികരിക്കാൻ എനിക്ക് അറിയാഞ്ഞിട്ടില്ല. സാരമില്ല, ഇനി ശ്രദ്ധിച്ചാ മതി. എനിക്ക് എന്നെ എപ്പോഴും ഇങ്ങനെ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. കണ്ണു തുടക്കേ. അല്ല, എന്താ അമ്മയും മോളും കൂടി ഒരു കശപിച്ച? കാര്യമായിട്ട് എന്തോ പ്രശ്നമുണ്ടല്ലോ. ദോ ഗാതമോള് നന്നായി കരഞ്ഞിട്ടുണ്ടല്ലോ. കരച്ചിലിന്റെ കാരണം വഴക്ക് തന്നെ ആവണമെന്നില്ലല്ലോ നിർമ്മലേ. ഇവൾ എന്നെ കാണുമ്പോ എപ്പോഴും ഇങ്ങനെ തന്നെയാ. എന്നെ വീട്ടധികം നിന്നിട്ടില്ലല്ലോ. ഇതൊക്കെ അമ്മമാര് വെറുതെ പറയുന്നതാ. എന്നാ പിന്നെ എന്തിനാ വേറെ വീട്ടിലേക്ക് കെട്ടിച്ചുവിടുന്നത്? വീട്ടിൽ തന്നെ നിർത്തിയാ പോരെ? അയ്യോ, സിത്താരോട് ഞാൻ ഇങ്ങനെ ചോദിച്ചൊന്നുമല്ല കേട്ടോ. ചില ആൾക്കാരുടെ മനസ്സിലേ ഇങ്ങനെ ഒരു ചോദ്യം ഉണ്ടായാലോ. എന്നെക്കുറിച്ചും എന്റെ മകളെക്കുറിച്ചും ആളുകളുടെ മനസ്സിൽ എന്താ ചോദ്യം എന്നൊന്നും ഞാൻ അന്വേഷിക്കാറില്ല. പക്ഷെ എന്റെയോ എന്റെ മകളുടെയോ കാര്യത്തിൽ അനാവശ്യമായിട്ട് ഇടപെടുന്ന ഒരാളെ ഞാനൊട്ട് വെറുതെ വിടാറുമില്ല. നിർമ്മലയ്ക്ക് ഞാൻ പറഞ്ഞു മനസ്സിലായല്ലോ. ഓ, എന്നാ നിർമ്മല ചെല്ല്. ഞാൻ പോയേക്കാം. പക്ഷേ ഇത് വെറും ഒരു സ്നേഹ കണ്ണീരല്ല. ദേ, എന്നെ അങ്ങനെ ഇത് പറഞ്ഞു വിശ്വസിപ്പിക്കാൻ നോക്കൊന്നും വേണ്ട. ആ, എത്ര മറച്ചു വെച്ചാലും ചില കാര്യങ്ങള് ചില സമയത്ത് പുറത്തു വരുമല്ലോ. ഓ, ആയിക്കോട്ടെ. എത്രയും പെട്ടെന്ന് നിന്റെ അമ്മയൊന്ന് പറഞ്ഞയക്കാൻ നോക്ക്. ചെല്ല്.